കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയുടെ തുടർന്നുള്ള ദൈവവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലത്തെ വചനം ഏറ്റവും അനുഗ്രഹമായിരുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാണെന്ന് നമുക്കറിയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും, അത്ഭുതങ്ങൾ നടക്കും. ഇപ്പോൾ നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം. കർത്താവ് അനുഗ്രഹിക്കും. Are built on the rock that is Jesus Christ and the word of God. നാം യേശുക്രിസ്തുവാകുന്ന ദൈവവചനമാകുന്ന പാറമേലത്രേ അടിസ്ഥാനമിട്ടു And that rock is the revelation of Christ. ആ പാറയോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടത്രേ. That is why. അതുകൊണ്ട് തന്നെ Remember, when did Jesus say this? യേശു ഇത് പറഞ്ഞപ്പോൾ ഓർക്കുക, Peter said, "You are Christ, the Son of God." പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അത് ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. യേശുവിനെ അവർ സൗഖ്യദായകനായി അവർ കണ്ടു. യേശുവിനെ അത്ഭുത അടയാളം ചെയ്യുന്നവനായി അവർ കണ്ടു. വെള്ളത്തിന്റെ മീതെ നടക്കുന്നവനായി കണ്ടു. കുരുടന്റെ കണ്ണുകളുടെ കാഴ്ച നൽകുന്നവനായി കണ്ടു. മരിച്ചവർ ലാസറിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ ക്രിസ്തു ആയിട്ട് കാണാൻ അവർക്ക് സാധിച്ചില്ല. യേശുവിനെ പ്രസംഗിക്കണമെന്ന് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പറയുമ്പം ആൾക്കാരുടെ ധാരണ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ നിന്നും പ്രസംഗിക്കണമെന്നായിരുന്നു. നോ, അതല്ല. യേശു ക്രിസ്തുവായി കാണണോ, അത് ലേഖനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം യേശു തന്നെ ക്രിസ്തുവായി മാറിയത്. അതുകൊണ്ടാണ് പത്രോസ് വേദഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം, അതായിരിക്കും നല്ലത്. മത്തായി സുവിശേഷം 16:17 മുതൽ. ബെറിയോനെ ശിമോനെ, നീ ഭാഗ്യവാൻ. പത്രോസിനോട് യേശു പറയാണ്, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല. എന്താ 16 പറഞ്ഞതുകൊണ്ടാ. 16 എന്താ നോക്കിക്കേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. യേശു ആരാ? നോക്ക്, പിശാചിന്റെ വഞ്ചനയിൽ നമ്പർ 1 വഞ്ചന യേശു ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശ് മരണമാണ് അവസാനത്തെ യാഗം. അതാ യോഹന്നാൻ സുവിശേഷം 17 നാളിൽ യേശു പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, പിതാവേ, അങ്ങനെ അയച്ച ദൗത്യം ഞാൻ നിവർത്തിച്ചു. 19-ാമത്തെ അധ്യായത്തിൽ, അതായത് 17-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിക്കുന്നു. 18-ാം അധ്യായത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. 19-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ അവസാനത്തെ വാക്ക്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാൻ നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇനി മാനവരാശി എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട, ചെയ്യേണ്ടിയത് മുഴുവൻ ആ യാഗം കൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി തീർന്നു. അതാണ് അവിടെ പത്രോസ് പറയാ, നീ ക്രിസ്തുവാ. വേറെ ആരും പറയാത്തൊരു കാര്യം. ക്രിസ്തുവ എന്ന് പറയുന്ന ഉടനെ ആണ് യേശു പറയുന്ന, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവവചനം അനുസരിക്കുന്നയാള്, വിശ്വസിക്കുന്നയാള് ബുദ്ധിമാൻ. വീട് പണിയുന്നവൻ ബുദ്ധിമാൻ. എൻ്റെ വാക്ക് കേട്ട് അതിൻ്റെ മേൽ വീട് പണിയുന്ന, പാറയിന്മേൽ പണിന്നവൻ ആരാ? അടുത്തിരിക്കുന്നതാണ് പറയണത്, വല്ലവരുടെ വാക്ക് കേട്ട് പണിയരുത്, യേശുവിന്റെ വാക്ക് കേട്ട് പണിയണം. അതാ ഏറ്റവും ബെസ്റ്റ് ബുദ്ധി. ബുദ്ധി എന്താ? യേശുവിന്റെ വാക്ക് കേട്ട് പണിയാം. പക്ഷെ യേശുവിനെ വെളിപ്പെട്ട് കിട്ടുന്നവരുടെ കാര്യം പറയാം, നീ ഭാഗ്യവാൻ.
കാര്യം ഇത് ബുദ്ധി കൊണ്ട് പിടികിട്ടത്തില്ല, പിതാവ് ഹൃദയത്തിൽ വെളിപ്പെടുത്തണം. അതാ പത്രോസിനോട് യേശു പറയാ, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ. കാര്യം എന്താ? ജഡരക്തമല്ല. ജഡരക്തം എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗം കേട്ടിട്ടല്ല നിനക്ക് മനസ്സിലായത്. പ്രസംഗം കേട്ടിട്ട് മനസ്സിലാകാനായത് ഇത്രയും പേര് എന്റെ കൂടെ നടന്നു. 5 അപ്പം 5000 പേര് സ്ത്രീകൾ കൂടാതെ പുരുഷന്മാർ, അവർ എന്റെ കൈകൊണ്ട് അത് കണ്ടേ ഭക്ഷണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അവർ വന്ന് അതിന് ശേഷം 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിക്കപ്പെടുന്ന അത്ഭുതം കണ്ട് അവരെന്നോട് വന്ന് നേരിട്ട് ചോദിച്ചതാ, ഇത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അത്ഭുതവും അടയാളവും കണ്ടാൽ പിടികിട്ടത്തില്ല. ഇത് വചനം കേട്ടാൽ ഇത് പിടികിട്ടത്തില്ല. കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇത് ഇവിടുന്ന് വരണം. ഇവിടുന്ന് വന്ന ഗുണമില്ല. ഇവിടം കൊണ്ട് കർത്താവിനെ അറിയത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജ്ഞാനികളും ഇന്ന് യേശുവിന്റെ ക്രിസ്തുവായി അറിഞ്ഞു തിരിഞ്ഞു തന്നാണ്. പക്ഷെ ലോകത്തിലെ ആ പിശാചിന്റെ തന്ത്രം അത് ഹൃദയം കഠിനപ്പെടുത്തുക, ഈ വെളിച്ചം വരാതിരിപ്പാൻ. അത് അവിടെ പറയാ, യേശു പറയാണ്, വായിച്ചേ. ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി, നിനക്കിത് വെളിപ്പെടുത്തിയതാ. അതിന്റെ പേരാണ് കൃപ. ഏതോ ബൈബിൾ സ്റ്റഡിയിൽ പോയി ഇരുന്നതല്ല. കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് കർത്താവ് പറയാ, ഞാൻ എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വചനം ഘോഷിക്കുന്നു എന്ന് പറയുന്നത് അല്ല. ഐ വിൽ ടെൽ യു, അത് ചെയ്യണം. പക്ഷെ അതുകൊണ്ടല്ല. വ്യക്തിപരമായി യേശുവായിട്ടൊരു ബന്ധമുണ്ടോ? ദിനം തോറും നമുക്ക് തകർന്ന ഹൃദയത്തോടെ ആയിരിക്കും നടക്കുന്നത്. പ്രശംസിക്കാൻ ഒന്നുമില്ല. അവന്റെ കരുണയിലും കൃപയിലും മാത്രമാണ് നിലകൊള്ളുന്നത്. ആ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. അതാ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുന്നു, സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക്. നിങ്ങൾ ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ വെളിപ്പെടുത്തുന്നല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പം. ഇഫ് യു ലവ് മീ ഐ വിൽ മാനിഫെസ്റ്റ് മൈസെൽഫ് ടു യു. താഴെ വായിച്ചേ. ഭാഗ്യവാൻ. നീ പത്രോസാകുന്നു, നീ പത്രോസാ. ഈ പാറമേൽ, ഈ പാറ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ വെളിപ്പാട്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ, ആ വെളിപ്പാടിന്മേലാ ഞാൻ എൻ്റെ സഭ പണിയാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ വെളിപ്പാട് എന്താ? ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഇനിയും ഈ മലയിലും ആ മലയിലും ഈ സ്ഥാനത്തും ആ സ്ഥാനത്തും അല്ല ആരാധിക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ദൈവത്തിന്റെ മന്ദിരമായി മാറാൻ പോവുക. പത്രോസ്, ഈ പാറയിന്മേൽ ഞാൻ എന്റെ സഭ ഞാൻ പണിയാൻ പോകുന്നേ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യാജവും ഒരു നുണയും ഒരു തരത്തിലും ഭയം ഇവരെ യേശത്തില്ല. ക്രിസ്തുവിന്റെ മേലാണോ പണിയപ്പെട്ടിരിക്കുന്നത്, എത്ര വലിയ കൊടുങ്കാറ്റോ എത്ര വലിയ മഴ പെയ്താലും ബാക്കിയെല്ലാം വീണു പോകുമ്പോൾ നീ പാറയിന്മേൽ തന്നെ പണിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ തന്നെ നിലനിൽക്കുക മാത്രമല്ല, അവിടെ തന്നെ നിന്നെ ഉയർത്തി അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ അടയാളമാക്കി മാറ്റും. ഹല്ലേലൂയ. ഒരു വൈകാരിക ഇളക്കമല്ല ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. ഇത് പാറയിന്മേൽ പണിത ഭവനമാ. മണലിന്റെ മേൽ പണിത ഓരോ കാറ്റ് വരുമ്പോൾ മണലിന്റെ ഷേപ്പ് മാറിപ്പോകുന്ന പോലെ ഇത് ഷേപ്പ് മാറ്റത്തിന്റെ പദ്ധതിയല്ല. പാറയാ ക്രിസ്തു ആകുന്ന പാറയിന്മേൽ. അതാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, മറ്റൊരു അടിസ്ഥാനവും സഭയ്ക്കില്ല, ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ. That is Jesus Christ. അതാ തൊട്ട് താഴെ ഇത് പറഞ്ഞ ശേഷം ഉടനെ തന്നെ യേശു പറയാ, താഴെ പെട്ടെന്ന് വായിച്ചേ.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ജയിക്കത്തില്ല എന്ന് ഞാൻ നിന്നോട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തന്ത്രങ്ങളൊന്നും ഒരു യഥാർത്ഥമായി ക്രിസ്തുവിൽ റൂട്ടഡ് ആയിരിക്കുന്നവന് നടക്കത്തില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശു പണിത സഭ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവാകുന്ന ക്രിസ്തുവാന്ന് തിരിച്ചു കിട്ടുമ്പോൾ യേശു ക്രിസ്തുവ. അതാ തൊട്ട് താഴെ നിങ്ങൾ വായിക്കും, ആ വാചനം വായിച്ചേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലെന്ന് ഞാൻ പറയാം? യേശുവിനെ ക്രിസ്തുവാന്ന് മനസ്സിലാകുമ്പോൾ സകല അധികാരവും എന്റെ കയ്യിലാന്ന് പിടിക്കുന്നു. ഇന്ന് പലപ്പോഴും പലരുടെയും ധാരണ സ്വർഗീയവിരുന്ന് എങ്ങനെ വളർന്നത്? തങ്കു ബ്രദർ പൈസ കൊടുക്കുന്നത് കൊണ്ടാണോ? അല്ല. തങ്കു ബ്രദർ പൈസ കൊടുക്കുന്നത് കൊണ്ടല്ല ഈ സഭ വളരുന്നത്. ഇവിടെ വരുന്ന കൊച്ചു കുഞ്ഞിന് പോലും അറിയാം യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, യേശുവിന്റെ നാമത്തിൽ ഭൂതം ഇളകും. തങ്കു ബ്രദറെ വിളിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ബലവാനാന്ന് ഓരോരുത്തർക്കും അറിയാം. അതാണ് താഴെ യേശു പറയാണ്, വായിച്ചേ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നീ അനുവദിക്കുന്നതേ നടക്കത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറയണ്ട, നമ്മൾ അനുവദിക്കുന്നതേ നടക്കത്തുള്ളൂ. താഴെ പറയാം, പെട്ടെന്ന് വായിച്ചേ. പിന്നെ താൻ ക്രിസ്തു ആകുന്നു. പിന്നെ അവിടെ എല്ലാരും ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ പിന്നെ താൻ ക്രിസ്തു ആണെന്ന് ആരോടും പറയാതിരിക്കാൻ. ആരോടും പോയി എന്ത് ചെയ്യരുത്? കാര്യം എന്നാ? കാരണം യേശു ക്രിസ്തു അപ്പോൾ ആയിട്ടില്ല, യാഗം നടന്നിട്ടില്ല. അതുകൊണ്ടാ തൊട്ട് താഴെ പറയുന്നത്, വായിച്ചേ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത്. മരണ പുനരുദ്ധാനത്താലാണ് യാഗം തീർന്നത്, അഥവാ യേശു ക്രിസ്തുവായി മാറിയത്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഇതെല്ലാം ഞങ്ങൾ എഴുതുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ വിശ്വസിക്കണം ഈ യേശു ആണ് ക്രിസ്തു. ചുറ്റും നടന്നവർ യേശുവിനെ കണ്ടു, അത്ഭുതം കണ്ടു, പക്ഷെ ഇവനാണ് രക്ഷകൻ. ക്രൂശ് മരണത്തോടെ ആ രക്ഷയുടെ പരിപൂർണത കഴിഞ്ഞു എന്ന് അവർക്ക് ബോധ്യം വന്നില്ല. പക്ഷേ കർത്താവിന്റെ കരുണയാ, അതാ കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഹൃദയം പിതാവ് തുറന്നതുകൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ പറ്റിയത്. ചില സാഹചര്യം വന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, സാഹചര്യം കൊണ്ടല്ല, കർത്താവ് ഹൃദയം തുറന്നത് കൊണ്ടാണ്. അതേ സാഹചര്യത്തിൽ 10,000 ആൾക്കാർ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ചിലർ പറയും കടബാധ്യത വന്നപ്പോഴാണ് ഞാൻ യേശുവിനെ മനസ്സിലായി. പ്രിയമുള്ളവരെ, കടബാധ്യതയുടെ അപ്പുറത്ത് നിൽക്കുന്നവർ അവിടെ ദൈവത്തെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിന്റെ കരുണയാ നീ രക്ഷിക്കപ്പെട്ട. രോഗശയ്യലായപ്പോൾ ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. നീ തിരിച്ചറിഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അത്രയും പേര് ഇന്ന് രക്ഷിക്കപ്പെട്ടാന്നേ. അവരുടെ ഹൃദയം തുറക്കാഞ്ഞ സ്ഥാനത്ത് നിങ്ങളുടെയും എൻ്റെയും ഹൃദയം തുറന്ന് ഇതാണ് ക്രിസ്തു എന്ന് തുറന്ന് ആ കരുണയ്ക്കായി ഒന്ന് ആർത്തു വിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയാണ്, എതിർ ക്രിസ്തു വരും, എന്നാൽ എതിർ ക്രിസ്തുക്കൾ ഇപ്പോഴേ ഉണ്ട്. രണ്ടും രണ്ട് വാക്കാ. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഒരെണ്ണം ക്യാപിറ്റൽ എയും രണ്ടാമത്തത് സ്മോൾ എയും. 1 യോഹന്നാൻ 2 ഞാൻ പറയുന്നത്, നോക്കിക്കോ, നിങ്ങൾ വായിച്ചു. 1 യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകും, എതിർ ക്രിസ്തു വരുന്നു. എതിർ ക്രിസ്തു, ആ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആ ഇംഗ്ലീഷിൽ. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എത്ര പേർക്കറിയാം എതിർ ക്രിസ്തുവിനെ നമ്മൾ കാണത്തില്ല? വെറും വഞ്ചന. എന്താ? നിങ്ങൾ അത് അന്വേഷിച്ചോണം പോയിക്കോണം, ക്രിസ്തുവിനെ അന്വേഷിക്കരുത്. തത്വജ്ഞാനം. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ, ചുമല മഴയാ പെയ്തേ. എടാ, ചുമലയോ നീലയോ പെയ്തോട്ടെ, നമുക്കൊന്ന് ഫലം കായ്ക്കാം. കർത്താവ് നാളെയോ നാളെ കഴിഞ്ഞോ വന്നോട്ടെ, കർത്താവിന് പോലും അറിയത്തില്ല എപ്പോഴാ വരുന്നതെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ തത്വജ്ഞാനം, എംപ്റ്റി ഡിസീറ്റ്ഫുൾ ഫിലോസഫി, പിശാചിന്റെ തന്ത്രമാണ്. കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുക ക്ലിയർ ആയിട്ട്.
എതിർ ക്രിസ്തു വരും. അടുത്തിരിക്കാൻ പറയട്ടെ, നമ്മൾ അയാളെ കാണാൻ പോലും പോകുന്നില്ല. എതിർ ക്രിസ്തു വരുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ താഴെ പറയാ, വായിച്ചേ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എന്നാൽ ഇപ്പം അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു. അന്ത്യനാഴിക എപ്പോഴാ വന്നത്? പരിശുദ്ധാത്മാവ് വന്നപ്പോഴേ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പതിച്ച നാൾ മുതൽ അന്ത്യകാലം ആരംഭിച്ചു. അന്ത്യകാലത്തിൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് വന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ, രക്ഷയുടെ മാർഗം ലോകത്തിന് സൗജന്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അപ്പുറത്ത് എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. എതിർ ക്രിസ്തുക്കളും ഇവിടെ ഉണ്ട്. എന്താ എതിർ ക്രിസ്തു? എതിർ ക്രിസ്തുക്കൾ ഒന്നല്ല, ഒത്തിരിയാ. എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ യേശു എന്ന ക്രിസ്തു, അഥവാ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ യേശുവിന്റെ മരണ പുനരുദ്ധാനത്താൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു. എന്നാൽ അത് പോരാ എന്ന് പറയുന്നതാണ് ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ. ആ ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ ആ യാഗം പോരാ. എതിർ ക്രിസ്തുക്കൾ ഒത്തിരി ഉണ്ട്. എന്നിട്ട് പറയാ, ഇത് ഇവരാരായിരുന്നെന്നും കൂടെ പറയാ. താഴോട്ട് വായിച്ചേ. അവർ നമ്മുടെ ഇടയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പോയവരാ. അവർ ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിനെ കൂടെ നടന്നവരാ. യേശുവിന്റെ അത്ഭുതം അടയാളം കണ്ടവരാ. വെള്ളത്തെ വീഞ്ഞാക്കുന്നവ കണ്ടതാ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടതാ. 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം കണ്ടതാ. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ടതാ. പക്ഷെ അവർക്ക് പിടികിട്ടാഞ്ഞത് ഈ യേശു ക്രിസ്തുവാണെന്ന് എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ കണ്ടപ്പോൾ അവർ ഓർത്തു ഇത് പരാജയമാ. പുനരുദ്ധാനം കണ്ടപ്പോൾ അവരത് അവിശ്വസിച്ചു. പരിശുദ്ധാത്മാവിനെ നൽകി ഹൃദയം തുറന്നു കൊടുത്തു മനസ്സിലാക്കാൻ. എന്നിട്ടും മനസ്സിലായില്ല. എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇത് പോരാ. എന്നാൽ ഞാൻ പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ കൺവിക്ഷനോടെ ഞാൻ പറയാം, യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നവന്റെ അവസ്ഥ മാറുക തന്നെ ചെയ്യും. അവന്റെ ജീവിതം അത്ഭുതകരമായി മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവർ മാത്രം ആർത്തു വിളിച്ച കർത്താവിനെ സ്തോത്രം. യേശുവിന്റെ കൂടെ നടന്നവരാ ഇവർ. യേശുവിന്റെ അത്ഭുതം കണ്ടവരാ. പക്ഷെ വെളിപ്പെട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഈ എതിർ ക്രിസ്തുക്കൾ ഞങ്ങളുടെ ഇടയ്ക്ക് നാ പോയെന്ന് പറഞ്ഞ എന്തിനാന്ന് കൂടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15:1. മോശ കൽപ്പിച്ച ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. എവിടെ രക്ഷിക്കപ്പെടാനാ? നോക്ക്, പിശാച് ഫിലോസഫി പറഞ്ഞ്, തത്വജ്ഞാനം പറഞ്ഞ് വഞ്ചന കൊണ്ടുവരുക. എന്താ അവിടെ പറയുന്നത്? മോശ പറഞ്ഞതുപോലെ ചുമ്മാ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഒന്നും രക്ഷിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു അല്ല, എൻ്റെ പ്രവൃത്തി കൂടെ വേണം, പരിച്ഛേദനം കൂടെ വേണം. ആരാ ഈ പറയുന്നത്? വഴിയെ പോകുന്നവനല്ല പറഞ്ഞത്, കൂടെ നടന്നവരാ പറഞ്ഞേ. കൂടെ നടന്നവരാ പറയുന്നേ. യേശുവിന്റെ അത്ഭുതം കണ്ടവർ, പത്രോസിന്റെ കൂടെ നടന്നവർ, യാക്കോബിന്റെ കൂടെ നടന്നവർ, ആ പക്ഷക്കാരെന്ന് പറയാണ്, ചുമ്മാ അങ്ങോട്ട് വിശ്വസിച്ചാൽ ഒന്നും പറ്റത്തില്ല, പരിച്ഛേദനയും കൂടെ വേണം. അതിൻ്റെ അർത്ഥം അതാണ് യോഹന്നാൻ പറയുന്നത്. എതിർ ക്രിസ്തുക്കളുണ്ട്. യേശു മാത്രം പോരാ എന്ന് പറയുന്നവരുണ്ട്. യേശു അത് പോരാ, ഇനിയും ഞങ്ങളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണം. അതാ എതിർ ക്രിസ്തുക്കൾ. യേശു അകത്ത് വന്നു, അത് മാത്രം പോരാ. നോക്ക്, അവിടെയാ this is where the devil takes advantage. ഇവിടെയാണ് പിശാച് മുതലെടുക്കുന്നത്. If you don't know the word of Jesus Christ, യേശുക്രിസ്തുവിന്റെ വചനം നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ, you will be taken advantage and you will slowly go to works believing in the empty philosophy. നിങ്ങൾ മുതലെടുക്കപ്പെടും. നിങ്ങൾ ആ കാമ്പില്ലാത്ത തത്വചിന്തകളിൽ നിങ്ങൾ സ്വാധീനിക്കപ്പെട്ട് നിങ്ങൾ അകന്നു പോകുവാനിടയാകും. That is the trick of the devil to blinden your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ കുരുടാക്കേണ്ടതിനുള്ള പിശാചിന്റെ തന്ത്രമത്രയത്. That is why some people still are holding on to the Old Testament, fighting for the Old Testament. അതുകൊണ്ടാണ് ചിലര് പഴയ നിയമത്തിലേക്ക്
പുത്രനായിക്ക് മുറുകെ പിടിച്ച് അതിനുവേണ്ടി പോരാടുന്നു. They don't know what a blindness is in them. അവിടെ അവരിൽ ഉള്ള അന്ധത എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. Come on, go with me to 2 Corinthians chapter 3. നമുക്ക് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. Oh glorious Jesus. Turn to someone and say, you are not a mere man. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. You are a child of God. നിങ്ങളൊരു ദൈവ പൈതലാണ്. Hallelujah. ഹല്ലേലൂയ. 2 Corinthians chapter 3. 2 കൊരിന്ത്യർ 3-ാം അധ്യായം verse 12. അതിന്റെ 12-ാമത്തെ വാക്യം. Come on, read if you have it ready, read yourself. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞാട്ടെ, പ്രാഗൽഭ്യത്തോടെ, boldness of speech, സംസാരിക്കാനുള്ള ധൈര്യം, boldness to preach, പ്രസംഗിക്കാനുള്ള ധൈര്യം. our preaching is not might be if or but. നമ്മുടെ പ്രസംഗം ഒരുപക്ഷേ വന്നേക്കാം അങ്ങനെയെങ്കിൽ എന്നല്ല. Our preaching is not might be this is the way. ചിലപ്പോൾ ഇതായിരിക്കും വഴി, അങ്ങനെയല്ല നമ്മുടെ പ്രസംഗം. Our preaching is Jesus is the way, the truth and the salvation. നമ്മുടെ പ്രസംഗം യേശു മാത്രം വഴി, അത് തന്നെ സത്യം, അവൻ തന്നെ രക്ഷ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ ജയോത്സവം നമ്മുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സർവായുധവർഗ്ഗങ്ങൾ എത്ര അനുഗ്രഹമാണ്. വചനമെന്ന വാൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം. ഇന്ന് നമ്മൾ കേട്ട വചനം പോലെ ക്രിസ്തു എന്ന ആ ഏക പുരുഷനെ മനസ്സാവരിച്ച് ഈ ലോകത്തിൻ്റെ ചിന്തകളെയൊക്കെ അതിജീവിച്ച് നിത്യത എന്നുള്ള കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞുകൂടെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, ജീവൻ്റെ കിരീടം എനിക്കായിട്ട് കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നമ്മുടെ അകത്തുനിന്ന് വിട്ടുപോകാതെ കർത്താവിനെ മുറുകെ പറ്റി ആ നമ്മുടെ മനസ്സിനെ വഷളാക്കുവാൻ പിശാച് കൊണ്ടിരുന്ന എല്ലാ ചിന്തകളെയും ഇടിച്ചു കളഞ്ഞ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആയുധങ്ങൾ നോക്കിക്കേ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ളതാണ്. കോട്ടകളെ ഇടിച്ച് തകർക്കുന്ന, ഒരിക്കൽ തോമസ് ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമക്കൾ ഇടിച്ച് നിരത്തുന്നവരും പിടിച്ചടക്കുന്നവരുമാണ്. ഇന്ന് ആ സർവായുധവർഗം ധരിച്ച് ആ വിശ്വാസം എന്ന ആ പരിചയം മുറുകെ പിടിച്ച് ആ രക്ഷയുടെ ശിരസ്ത്രവം ധരിച്ച് എല്ലാവരോടും യേശുവിനെ പറയുന്ന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നമ്മുടെ ചെരുപ്പാക്കി കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറാം. നമുക്ക് ഈ ലോകത്തിൽ വാസ്തവത്തിൽ നമുക്ക് സ്വന്തമെന്ന് പറയാൻ കർത്താവല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും നമ്മൾ പറയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തം തന്നെയാണ്, എങ്കിലും നാളെ അവർ വിവാഹം കഴിയുമ്പോൾ അവരുടെ സ്വന്തമെന്ന് പറയാനും പല പ്രിയപ്പെട്ടു വരും. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമെന്ന ധൈര്യത്തോടെ പറയാവുന്നത് നമ്മുടെ കർത്താവ്, ആ യേശു നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാവുന്നുള്ളതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് രോഗികൾ തയ്യാറായിരിക്കുക. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ആ പിശാചിൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കും. ഇന്ന് വരെയുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള എല്ലാ ഇടുക്കങ്ങളെയും ദൈവവചനം പൊട്ടിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു തന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് തീരുമാനിക്കുന്നത്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഉയർച്ചയെ തീരുമാനിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളോടെ, ഉന്നതമായ ചിന്തകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ചിന്തകളെ നമുക്ക് തരുവാൻ വേണ്ടിയാണ്. ആ ഉന്നതമായ ചിന്തകളോടെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഒരു ജയോത്സവത്തിൻ്റെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് വചനം കേട്ട ഓരോ പ്രിയമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൽ ജയോത്സവത്തോടെ നിൻ്റെ മക്കളെ നടത്തുവാൻ കർത്താവെ ആ കോട്ടകളെ ഇടുകയാണ്. അകത്ത് വന്ന ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ആ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അഡിക്ഷൻസും അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ നാളുകളായി വന്നിട്ട് തെറ്റിദ്ധാരണകൾ മാറട്ടെ, വ്യാജങ്ങൾ മാറട്ടെ. സത്യോപദേശത്തിൻ്റെ വെളിപാടുകൾ ക്രിസ്തു യേശുവിൻ്റെ വെളിപാടോടുകൂടെ നടക്കുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളിന്ന് കേട്ടതുപോലെ സർവായുധ വർഗത്തെ ധരിച്ചുകൊണ്ട്, ഓ യേശുവെ, അവിടുന്ന് ഞങ്ങളുടെ നീതി, അവിടുന്ന് ഞങ്ങളുടെ പരിച, അങ്ങയുടെ അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഒരു ബാധയും ഞങ്ങളോട് അടുക്കാത്തവണ്ണം, ഒരനർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കാത്തവണ്ണം എൻ്റെ തങ്കച്ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ ആക്കിയതിനായി നന്ദി. ക്രിസ്തു യേശുവിൽ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചതിനായി നന്ദി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കിടക്കയിൽ തളർന്നു കിടക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യത്തോടെ ചാടി എഴുന്നേൽക്കട്ടെ. 38 വർഷമായി തളർന്നു കിടന്ന വ്യക്തി ചാടി എഴുന്നേറ്റതുപോലെ ഇപ്പോൾ തന്നെ ആ തളർവാദി സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആക്സിഡൻ്റ് ഉണ്ടായി നാളുകളായി മുറിവ് ഉണങ്ങാതിരിക്കുന്ന വ്യക്തി, അസ്ഥി ചേരാതിരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം
സൗഖ്യമാകട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ കൽപ്പിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി, മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയുടേതിനായി നന്ദിയോടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. നോക്കൂ, ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുക. ആ രോഗം സൗഖ്യമായി കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളെ കർത്താവ് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുക. ഇന്ന് ജയോത്സവത്തിൻ്റെ ദിവസമാണ്. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുക. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴിക്കോട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे